പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദിവസം യെശയ്യാ 58:11 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകുന്നേ. ഇന്നത്തെ തിരുവചനം കേൾക്കുന്ന ഒരു വ്യക്തികളോടും ഈശോ ഈ വചനത്തിലൂടെ പറയുന്നത് എങ്ങനെയാണ്? നിരന്തരം നയിക്കുന്ന ഒരു ദൈവം. എന്റെ ഒരു സഹോദരനെ, നിരന്തരം നമ്മെ നയിക്കുന്ന ഒരു ദൈവം, സമൃദ്ധി നൽകി അനുഗ്രഹിച്ച് ആശീർവദിച്ച് നമ്മെ സദാ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തെ ഈ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. വചനം പറയുന്നത് എങ്ങനെയാണ്? കർത്താവ് നിന്നെ നിരന്തരം നയിക്കുമെന്ന്. എല്ലാ വിധത്തിലും നമ്മെ നയിക്കുന്ന ഒരു ദൈവം, പരിപാലിക്കുന്ന ഒരു ദൈവം, സംരക്ഷിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തെയാണ് ഈ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈശോ പറയുന്നത് എങ്ങനെയാണ്? മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകുമെന്ന്. പ്രിയപ്പെട്ടവരെ, മരുഭൂമിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം എന്താണ് മരുഭൂമി എന്ന്. ആ മരുഭൂമിയിൽ പോലും നമുക്ക് സമൃദ്ധി നൽകി നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് ഈ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വചനം പറയുന്നത് എങ്ങനെയാണ്? നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുമെന്ന്. പ്രിയപ്പെട്ടവരെ, എന്റെ നിങ്ങളുടെ അസ്ഥികളെ പോലും ബലപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു ദൈവം. തളർന്നു പോയേക്കാം, വീണു പോയേക്കാം, പ്രതികൂല സാഹചര്യങ്ങളിൽ, പ്രതികൂല നിമിഷങ്ങളിൽ ഞാനും നിങ്ങളും പലപ്പോഴും വീണുപോയേക്കാം. പ്രിയപ്പെട്ടവരെ, എന്റെ നിങ്ങളുടെ അസ്ഥികൾ നുറുങ്ങിപ്പോകുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ഈശോ പറയുകയാണ്, നിന്റെ അസ്ഥികളെ പോലും ബലപ്പെടുത്തുന്നവനാണ് ഞാനെന്ന്. ഹല്ലേലൂയ. ഈശോ നമുക്ക് വീണ്ടും കാണിച്ചു തരികയാണ് നനച്ചു വളർത്തിയൊരു പൂന്തോട്ടം. പ്രിയപ്പെട്ടവരെ, ഒരു പൂന്തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ആ ഒരു മനോഭാവം, നമ്മുടെ ചിന്തകളിൽ നമുക്കുണ്ടാകുന്ന ഒരു അനുഭൂതി, ആ അനുഭൂതിയാണ് പൂന്തോട്ടത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ എന്റെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം. ഈശോ പറയാണ്, നനച്ചു വളർത്തിയൊരു പൂന്തോട്ടം പോലെ എന്നെയും നിങ്ങളെയും ആക്കി മാറ്റുമെന്ന് ദൈവം. ഈശോ പറയുന്നത് എങ്ങനെയാണ്? വറ്റാത്തൊരു നീരുറവ. പ്രിയപ്പെട്ടവരെ, ഒഴുകുന്നൊരു നദിയെ പോലെ, ഒരിക്കലും നിലയ്ക്കാത്ത ഒരു നദിയെ പോലെ എന്നെയും നിങ്ങളെ മാറ്റുന്ന ദൈവം, നീരുറവ പോലെ ആക്കി മാറ്റുന്ന ഒരു ദൈവം. ആ ദൈവത്തിന്റെ കൂടെയാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ജീവിക്കുന്നത്, വസിക്കുന്നത്. സദാ നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ദൈവം, നിരന്തരം പരിപാലിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ.